എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടിജു സാർ കസ്റ്റമേഴ്സ് ഓഫീസർ അദ്ദേഹം എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പൃഥ്വിരാജ് അതേമാതിരിക്ക് നമ്മുടെ ദുൽഖർ സൽമാൻ മമ്മൂക്കായുടെ മകൻ അതേമാതിരിക്ക് വേറെ ഒരു അമിത് ചെക്കാല അയാൾ ഒരു നടനാന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ പേരിൽ പിന്നെ ഭയങ്കര ഒരു കേസായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ഭൂട്ടാനിൽ നിന്ന് ഒരു രേഖയില്ലാതെ കാറ് കടത്തി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ കൊണ്ടുപോയി കാറ് കടത്തി. അത് ദുൽഖർ സൽമാൻ അയാളുടെ വീട്ടിലിട്ടു, ദുൽഖർ സൽമാൻ്റെ വീട്ടിലിട്ടു, പൃഥ്വിരാജ് വീട്ടിലിരുന്നിട്ട് ഈ കാറൊക്കെ ഞങ്ങൾ പിടിച്ചെടുത്തു. ആര് പിടിച്ചെടുത്തു? വീഡിയോ പിടിച്ചെടുത്തു എന്ന് പറയണം. ഈ ടിജു സാറാണല്ലോ മെയിനിൽ പിടിച്ചത്. ഇപ്പോൾ താരോട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണല്ലോ. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഈ മറ്റേ ടിജു സാർ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. എന്താ ദുൽഖർ സൽമാൻ്റെ വണ്ടി പിടിച്ച്, അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ വണ്ടി പിടിച്ചു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇതിന് യാതൊരു രേഖയില്ല, അവിടുന്ന് കടത്തിക്കൊണ്ടിരുവാണ്, ഓടിച്ചു കൊണ്ടിരുവാണ്, വേറെ കണ്ടെയ്നറുമേ കയറ്റിക്കൊണ്ടിരുവാന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ തീരെ വിവരമില്ലാന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തെറ്റ് ചെയ്തോ, ഇത് തെറ്റ് ചെയ്ത ആൾക്കാരുടെ പേരിൽ കേസെടുക്കാതെ ഈ മമ്മൂക്കായനെയും ദുൽഖർ സൽമാനെയൊക്കെ പിടിച്ചിട്ട് ഇവരെ കരിവാരി തേക്കണം. കാരണം എന്ന് വെച്ചാൽ മമ്മൂക്കായ എന്നൊക്കെ പറഞ്ഞ അത്ര മഹാനടനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലൊക്കെ ഒരു കേസെടുക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിനൊരു വണ്ടിയുണ്ട്. ദുൽഖർ സൽമാൻ്റെ പിടിച്ചതാണ്, ഇനി അദ്ദേഹത്തിൻ്റെ കൂടി പിടിക്കണം. അപ്പോൾ ശരിക്കും ദുൽഖർ സൽമാൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ്റെ പേരല്ല, മമ്മൂക്കായുടെ പേരാണ് ഇവർ വലിച്ചിടുന്നത്. അപ്പോൾ മമ്മൂക്കാനെ ഇവർക്ക് കരിവാരി തേക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വളരെ കണഞ്ഞ് പരിശ്രമിച്ച് വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചു കൂടി ഒരുപാട് ഓഫീസർമാരെയും കസ്റ്റംസ് ഓഫീസർമാരെയും മറ്റുള്ള സ്റ്റാഫുകളെയും അതുപോലുള്ള വേറെ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് വലിയ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹരം? ഭയങ്കര ഹരമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് വാർത്ത ഇത് ആകെ പബ്ലിഷാക്കണം. കാരണം വെച്ചാൽ ദുൽഖർ സൽമാൻ കാട് കടത്തി, പൃഥ്വിരാജ് കാട് കടത്തി എന്നൊക്കെയാണ് പേര് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ വീരനൊന്നും അദ്ദേഹം തിരയുന്നില്ല. ഇതിൻ്റെ പുറകിൽ ഇത് കടത്തിയ ആൾക്കാരാരാന്നുള്ളതും അത് കറക്റ്റായിട്ട് അദ്ദേഹം ചോദിക്കുന്നില്ല. അതിനെപ്പറ്റിയിട്ടുള്ള നിയമ നടപടിയോ കാര്യങ്ങളോ ചെയ്യാതെ അദ്ദേഹം ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുരച്ച് ചാടുകയാണ്. എൻ്റെ പൊന്നു സാറേ, ടിജു സാറേ, നിങ്ങൾക്ക് ഒരു സാമാന്യ ചോറ് തിന്നുന്ന ബുദ്ധി ഉണ്ടെന്നുണ്ട് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിക്കൂടെ? ഒരു രേഖയില്ലാതെ ഈ കേരളത്തിലേക്ക് വണ്ടി കൊണ്ടുവരുമോ? ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നു, അവിടുന്ന് കുറച്ച് 10-20 വണ്ടി കേരളത്തിൽ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. വല്ല രേഖയില്ലാതെ ആരെങ്കിലും വണ്ടി കടത്തുമോ? ഇതിന് ടാക്സ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ വണ്ടികൾക്ക് കടലാസില്ലേ, പിന്നെ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയല്ലേ. ഇത് കുറേ ദിവസമായി ഞാൻ കേൾക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു വ്യക്തമായ കാര്യം കിട്ടാതെ ഇപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുന്നത് വെച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്താണ് നേരെ ഇതുവരെ കൊടുത്തിട്ടില്ലേ? ഇത് കുറ്റം ചെയ്യുന്ന ആൾക്കാരുടെ അവരുടെ പേര് കേസെടുക്കുക. നിങ്ങൾ ഈ ദുൽഖർ സൽമാൻ്റെയും പൃഥ്വിരാജിൻ്റെയും പുറകെ പോകാതെ അവർ അന്തസ്സായിട്ട് ആ ചെറുക്കന്മാർ പിള്ളേർ നല്ല അഭിനയിച്ച് കാശുണ്ടാക്കിയിട്ടുണ്ടാവും, അവർ വണ്ടി വാങ്ങിയിട്ടുണ്ടാവും. ലാൻഡ് റോവറിൻ്റെ വണ്ടിയാണ്, അതേപോലെ തന്നെ പൃഥ്വിരാജിൻ്റെ വണ്ടി അത് തന്നെയാണെന്ന് തോന്നുന്നു എന്നൊക്കെയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ മെഴുകുകയാണ്. ഇപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേറെ ഒരു ഫോൺ കോൾ വരുന്നത്. ആരാ വിളിച്ചെന്ന് അറിയില്ല. മുഖ്യമന്ത്രിയാണോ, കേന്ദ്രമന്ത്രിയാണോ, ഇനി സാക്ഷാൽ മമ്മൂക്ക തന്നെയാണോ, അതോ ഇനി മോഹൻലാലാണോ, ആരാന്നുള്ള അറിയത്തില്ല. പക്ഷേ എന്തായാലും ഇദ്ദേഹം ഫോൺ വിളിച്ചിട്ട് അപ്പോൾ അതുവരെയുള്ള അദ്ദേഹത്തിന് ആർജവം ഊർജ്ജം അങ്ങോട്ട് പോയി. പിന്നെ ഈ വാടിയ കോഴിയുടെ പോലെ ഈ മുട്ടയിടാൻ നിൽക്കുന്ന കോഴി, പൊരുന്ന പിടിച്ച കോഴിയൊക്കെ തൂങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ ആ ചിറകം കൊണ്ട് ഒടിഞ്ഞു. ആ പഴയ ഗൗരവം അങ്ങോട്ട് പോയി. വളരെ ആദ്യം സ്ട്രോങ് ആയിട്ട് സംസാരിച്ച ആള് പിന്നെ പഞ്ചപാവം പോലെ സാർ. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഈ സാർ എന്നൊക്കെ വിളിച്ചിട്ട് അതിൻ്റെ ഇടയിൽ വേറൊരു സാറ് കയറി വന്നത് ഇദ്ദേഹത്തോട് എന്തൊക്കെ പറയുന്നുണ്ട്. അത് ഇതിന് മുന്നേ ഞാനൊരു ന്യൂസിൽ കണ്ടതാണ്. അപ്പോൾ ഈ സാറ് അങ്ങോട്ട് പോയതിന് ശേഷം ഈ ഫോൺ വന്നതും ഈ സാർ എന്ത് ചെയ്തു? ഈ ടിജു സാർ പിന്നെ ചെറുകൊടിഞ്ഞ കോഴിയുടെ പോലെ ഇങ്ങനെ ഇത് വാർത്താ സമ്മേളനം, നമുക്ക് വേഗം വാർത്താ സമ്മേളനം നിർത്താം, ഇത് തൽക്കാലം ഇത്ര മതി എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റും വർത്താനവും ഇദ്ദേഹം അങ്ങോട്ട് ചെറുകൊടിഞ്ഞ കോഴിയുടെ പോലെ ആരെ വിളിച്ചെന്നുള്ള അറിയില്ല. ആരെങ്കിലും വിളിച്ച് നല്ലോണം ചിലപ്പോൾ ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും, നല്ലോണം പൊരിച്ചിട്ടുണ്ടാവും. എന്തായാലും വാർത്താ സമ്മേളനമൊക്കെ നിർത്തി വെറുതെ ഇങ്ങനെ ചമ്മി വഷളാകാൻ നിൽക്കണോ? നിങ്ങളൊക്കെ ഒരു ഗവൺമെൻറ് പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ, നിങ്ങൾ ആലോചിക്കണം ഈ വണ്ടി എങ്ങനെ വരുന്നതെന്നും അതിന് കടലാസ് ഉണ്ടോ കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ ആലോചിക്കേണ്ടിയാണ്. ഒരു കടലാസ് ഒരു രേഖയില്ലാതെ ആരെങ്കിലും വണ്ടി ഇങ്ങനെ ഉരുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുമോ? നിങ്ങളെന്താ ഈ പറയുന്നത്? നിങ്ങൾക്ക് തീരെ കോമൺ സെൻസ് ഇല്ലേ?
എൻ്റെ പൊന്നു സാറേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സുള്ള മറ്റു സാറുമാർ ആലോചിച്ച് നോക്ക്. വെറുതെ ആരെങ്കിലും ഇത് വലിച്ചു വാരിങ്ങനെ കൊണ്ടുവരുമോ? നമ്മുടെ മൊബൈൽ കടയിൽ പോയിട്ട് 5000-നും 10,000-നും മൊബൈൽ കൊണ്ടിരുന്നവർക്ക് മൊബൈലിന് രേഖയില്ല, വാറണ്ടി കാർഡ് മാത്രമേ ഉള്ളൂ. മൊബൈലിന് അത് ഒരു രേഖ തന്നെയാണ് എന്ന് പറയുന്നവരാണ് ഈ ബസ് അല്ല ഈ ഇങ്ങനത്തെ ലാൻഡ് റോവറിൻ്റെ കാറും മറ്റേ ക്രൂയിസറിൻ്റെ കാറും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജപ്പാൻ മോഡൽ കാറൊക്കെ കൊണ്ടിരുന്നത് എങ്ങനെയാണോ? അതിന് രേഖയുണ്ടല്ലോ. ഏതൊരു വണ്ടിക്ക് RC ബുക്ക് ഉണ്ട്. പിന്നെ ഈ റോട്ടിൽ ഓടുന്ന ടാക്സ് ഉണ്ട്. ടാക്സ് അടച്ചാലേ റോട്ടിൽ ഓടാൻ പറ്റുള്ളൂ. ഇൻഷുറൻസ് വേണ്ടേ? ഇൻഷുറൻസ് ഇല്ലേ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ഈ ചെറിയ കുട്ടികളുടെ പോലാണല്ലോ. സാമാന്യ കോമൺ സെൻസ് വെച്ച് സാറ് ഈ നെല്ലുത്തിന് ചോറില്ല സാർ, അതിനൊന്ന് സാറൊന്ന് ആലോചിച്ച് നോക്കി. സാമാന്യ കോമൺ സെൻസ് സാറ് ആലോചിച്ച് നോക്കി. മറ്റുള്ളവരെ കൂടി സാറ് നാറ്റിക്കുകയാണ്. എന്തുവാ ഇതിനൊന്നും രേഖയില്ലാതെ ആരെങ്കിലും കൊണ്ടുവരുക? ഇനിയെങ്കിലും സാറിൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യും. സാറ് എവിടെ ആരെങ്കിലും എന്തിനും പറഞ്ഞ് ഈ കാളെ പറ്റുമെന്ന് വെച്ചിട്ട് കയറോടുന്ന പോലെ സാറ് കിടന്നിട്ട് ഈ ആ കസേര എന്നിട്ട് സാറ് അവിടെ നിന്നിട്ട് സാറ് ഇങ്ങനെ കിടന്ന് തിരിയുക. കസേര തിരിക്കുന്നു, ഈ റൗണ്ട് ഈ തിരിക്കാൻ പറ്റുന്ന കസേര. സാറ് ഈ ഫോൺ ചെയ്തിട്ട് പിന്നെ സാറ് തിരിയുകയാണ്. സാറ് കസേര അങ്ങോട്ടും തിരിക്കുന്നു. പിന്നെ സാറ് എന്താ ചെയ്യുന്നത്? സാറിന് എണീക്കണോ, പോകണോ, ഇരിക്കണോ? സാറിനാകെ ഒരു തളർച്ച വന്ന പോലുള്ള ഒരു പരിപാടിയാണല്ലോ സാറ് നേരപ്പോൾ അവിടെ കാണിച്ചു കൂട്ടിയത്. എന്തിനാ സാർ ഇതിൻ്റെയൊക്കെ ഈ പ്രകസനത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങളൊക്കെ ഒരു കസ്റ്റമേഴ്സ് ഓഫീസറാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം. ടിജു സാറിനെ കൊണ്ട് മറ്റുള്ള ടിജു സാർ ഒരുപാട് ടിജു സാറുമാരും വേറെ ഉണ്ടാവും. ഈ സാറുമാരൊക്കെ ഒന്ന് ആലോചിക്കുന്നത്. മമ്മൂക്കായ്ക്ക് ഇല്ലാത്ത കംപ്ലൈൻ്റ് ഇല്ല, അദ്ദേഹത്തിൻ്റെ പേരിലും ദുൽഖറിൻ്റെ പേരിലും. അവരെ എങ്ങനെയൊന്ന് കരിവാരി തേക്കണം. ലാലേട്ടന് മറുവശത്ത് അവാർഡ് വാങ്ങുന്നു, ഇപ്പുറത്ത് അറസ്റ്റ് നടക്കുന്നു, റെയ്ഡ് നടക്കുന്നു. എന്നൊക്കെയായിരുന്നു എന്തൊക്കെ വാർത്ത. കുറേ ഇങ്ങനത്തെ ഇത് കാര്യങ്ങൾ അറിയാതെ കുറേ പ്രസിദ്ധീകരിക്കുന്ന കുറേ ഓൺലൈൻ ചാനലുകളും ഈ യൂട്യൂബ് ചാനലുകളൊക്കെ ഉണ്ട്. ഇതിന് കറക്റ്റായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വിവരം നിങ്ങൾ അറിയണം. മലപ്പുറം കത്തി, നാടൻ ബോംബ്, നാടൻ തോക്ക്, ഓലക്കയുടെ മൂടെന്നൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു. മരുന്നിനെങ്കിലും കുറച്ച് വിവരം വേണ്ടേ? അത് വേണ്ടേ? നിങ്ങളൊക്കെ ഈ സ്ഥാനത്തിരിക്കുന്നത്, നിങ്ങളൊക്കെ ഈ ജാതി ഈ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പിന്നെ എന്താ ചെയ്യുന്നത്? ഇതിനൊരു രേഖയില്ലാതെ കൊണ്ടുവരും. ഇതൊന്നും നിങ്ങൾ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ ഇങ്ങനെ പഴിപ്പിച്ച് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാണ്. വെറുതെ ഇങ്ങനെ പഴിപ്പിച്ച് ആൾക്കാരെ വെറുതെ നമ്മൾ വീഡിയോയ്ക്ക് വെറുതെ മെനക്കെടുത്തുണ്ടല്ലോ. സാറൊന്ന് ആലോചിച്ച് നോക്കുക. സാറേ ഇതിലിപ്പോൾ എന്തായി? ചമ്മി നാറി ഇല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായോ? അവർക്ക് തക്കതായ തെളിവുണ്ടോ? ചില വാർത്താമാധ്യമങ്ങളൊക്കെ പറയുന്നു തെറ്റ് ചെയ്തത് തന്നെ പൃഥ്വിരാജ് പിന്നെ ഈ ദുൽഖർ സൽമാനൊക്കെ ചെയ്തത് തെറ്റാണെന്നാണ് ചിലർ പറയുന്നത്. എന്ത് തെറ്റാണ്? ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങോട്ട് നിന്ന് ചില ചാനലുകാർ യൂട്യൂബറൊക്കെ അവിടെ പറമ്പിലും മറ്റിടത്തും പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര ബാധിക്കലും ഭയങ്കര പ്രസംഗമായിരുന്നു. എന്തായിരുന്നു ചാനലിൽ കൂടി പഠിച്ചു വിടുന്നത്? ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ മനസ്സിലാക്കണ്ടേ? ഈ പറഞ്ഞവരൊക്കെ ഇപ്പോൾ വഷളായി. ആരായാലും നിങ്ങൾ ടിജു സാർ മാത്രമല്ല, ഇത് ഇങ്ങനെ കുരച്ച് ചാടിയ കുറേ യൂട്യൂബർമാരും അതുപോലെ തന്നെ കുറേ ന്യൂസ് ചാനലൊക്കെ ഉണ്ട്. വഷളായോ? നാണം കെട്ടോ? അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, എന്നാൽ നിർത്തി നോക്കാം.